എത്ര കൊല്ലമായില്ലേ നമ്മളൊക്കെ ഒന്ന് ഒരുമിച്ച് കൂടിയിട്ട്. കോളേജ് കഴിഞ്ഞിട്ട് നിന്നെ ഒന്നും മര്യാദയ്ക്ക് കാണാൻ പോലും കിട്ടിയിട്ടില്ല, പിന്നല്ലേ കൂടെ. ഇപ്പോൾ എല്ലാവരെയും ഒരുമിച്ച് കിട്ടിയത് തന്നെ എന്തോ ഭാഗ്യം. ആ, നീ അത് വിട്. ഇപ്പം നമ്മളെല്ലാവരും ഇല്ലേ, ഈ ട്രിപ്പ് എന്തായാലും നമുക്കൊന്ന് അർമാദിക്കണം. ഡാ, നിങ്ങളിതെവിടെ? സമയം 12 ആവാറേ കേട്ടോ. ഞങ്ങൾ തമ്മിൽ വീടിൻ്റെ അടുത്ത് എത്താറായി. നീ എവിടെ? പുറത്തില്ലേ? ആടാ, ഞാൻ ഇവിടെ പുറത്തുണ്ട്, നിങ്ങൾ പെട്ടെന്ന് വാ. പിന്നെ എല്ലാവരോടും കൂടി ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞേക്കാം. അവിടെ ചെന്നാൽ ഉടനെ സർപ്രൈസ് കൊടുക്കുന്നു, കേക്ക് മുറിക്കുന്നു, അപ്പം തന്നെ അവനെ പോയി ഇറങ്ങിക്കോണം. അനാവശ്യമായിട്ട് അവിടെ സമയം കളയരുത്. ഇവിടെ നേരത്തെ ഇറങ്ങി കഴിഞ്ഞാൽ വെളുക്കുന്നതിന് മുന്നേ അവിടെ എത്താം. മനസ്സിലായില്ലേ എല്ലാവർക്കും? എന്തായാലും ഈ ബർത്ത്ഡേ അവൻ ജന്മത്ത് മറക്കാൻ പോണില്ല. നമ്മളും അതോ നിതീഷ് വെക്കുന്നു. എന്താടാ എത്ര ലേറ്റ്? നിങ്ങളിത് എപ്പോൾ ഇറങ്ങിയതാ? എന്താ ഇവനോട് ചോദിക്കും. 3/4 മണിക്കൂറാണ് ഇവൻ്റെ വേണ്ടി വെയിറ്റ് ചെയ്തത്. നീ അത്രയ്ക്കങ്ങ് പൊക്കാതെ ഒന്ന് താത്തി പറ, ഒരു 15 മിനിറ്റ്. എടാ പിന്നെ സംസാരിക്കാം, അപ്പം സമയം അകത്തേക്ക് വേണം. എടാ കേക്ക് ഓർഡറാ. ആ അത് മറന്നു, അത് വണ്ടിക്കകത്തുണ്ട്. ഇതെന്താ ഈ പാതിരാത്രിയിലും പാട്ടൊക്കെ? എടാ നിതീഷ്, നീ അവൻ്റെ അമ്മയോട് കാര്യം പറഞ്ഞല്ലേ? ആടാ, ഞാൻ പറഞ്ഞതാ, പക്ഷെ അവൻ മാത്രമേ വീട്ടിൽ കാണുള്ളൂ, ബാക്കി എല്ലാവരും ഗുരുവായൂർക്ക് പോകുന്നാ പറഞ്ഞേ. ആ, അതെന്തായാലും നന്നായി. ഇതൊന്നൊന്നര സർപ്രൈസ് ആവും മോനെ. എടാ, നിങ്ങൾ മുന്നേ അവിടെ പോയി നിൽക്ക്. എടാ എല്ലാം സെറ്റല്ലേ? സെറ്റ് സെറ്റ്. നീ ഒന്നും കൂടെ ഒന്ന് മുട്ടിക്കും. എടാ, ഒരു ഐഡിയ ഉണ്ട്. എന്താ? എന്താടാ? എടാ, കഥവിപ്പ് തുറക്കുമെന്ന് തോന്നി, അതാ പൊട്ടിച്ചേ. അവനെങ്ങാനും ഗുരുവായൂർക്ക് പോയി കാണോ? വീട്ടിൽ ഈ പാട്ടൊക്കെ ഇട്ട് വെച്ചിട്ടോ? എടാ നീ ഒന്ന് പിടിച്ചേ, ഞാനൊന്ന് ഫോണൊന്ന് എടുത്തോട്ടെ. അവൻ ഉറങ്ങിക്കാണോ? എനിക്കെന്തോ പന്തിയോട് തോന്നുന്നുണ്ട്. നമുക്ക് അപ്പുറത്ത് വീട്ടിൽ നിന്ന് ആരെയും വിളിച്ചാലോ? ശരത്തേ, എടാ വാ. ശരത്തെ, എടാ ശരത്തെ. ശരത്തേ, എടാ ശരത്തേ. ഇതിപ്പോൾ അവനാണല്ലോ നമുക്ക് സർപ്രൈസ് തരണേ.
ഡാ നിതീഷേ, നീ കാര്യം അവൻ്റെ അനിയനോട് പറഞ്ഞായിരുന്നു? ഞാനിന്ന് രാവിലെ അവൻ്റെ അമ്മേനെ വിളിച്ചൊന്ന് ഓർമ്മിപ്പിച്ചായിരുന്നു. അപ്പം അവൻ്റെ അനിയനും കൂടെ ഉണ്ടായിരുന്നു എന്ന് തോന്നുന്നു. ഐശ്വരി, എന്നാ ഇത് അതന്നെ എന്ത്? അവൻ്റെ സ്ഥിരം പരിപാടി. നീ ടെൻഷൻ അടിപ്പിക്കാണ്ട് കാര്യം പറ. പ്രാങ്ക്. നിനക്കിത് ആദ്യമേ പറഞ്ഞിട്ട് വെറുതെ ടെൻഷൻ അടിപ്പിക്കാതെ. എനിക്കിത് ആദ്യം തൊട്ടേ അറിയായിരുന്നു. നമുക്ക് നോക്കാം ഇത് ഏതുവരെ പോകുന്നു. എടാ, ഇവിടെ എനിക്കെന്തോ നെഗറ്റീവ് അടിക്കുന്നുണ്ട്. എന്ത് നെഗറ്റീവ്? ഈ വീട്ടിൽ ഇനി തപ്പാൻ ഒരു സ്ഥലവും ബാക്കിയില്ല. ഇവൻ പറയുന്ന പോലെ ഇതൊരു പ്രാങ്ക് ആണെങ്കിൽ ഈ മൊബൈൽ ഫോൺസൊക്കെ ആരുടെ? എനിക്കിവിടെ എന്തൊക്കെയോ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് തോന്നുന്നുണ്ടല്ലേ. നീ ആവശ്യമില്ലാത്ത ഓരോന്ന് ചിന്തിച്ചു വിടലേ. ശരത്തിനെ കുറിച്ച് നിനക്കറിഞ്ഞൂടെ? അവൻ ഇതും ചെയ്യും ഇതിനപ്പുറവും ചെയ്യും, ചെയ്തിട്ടുമുണ്ട്. നീ കിച്ചണിൽ ഇപ്പോൾ ഒരു കേക്ക് പീസ് എടുത്ത് കഴിക്കുക, അപ്പം നിന്റെ ഇടവിട്ടൊക്കെ മാറും. വിശന്നിട്ട. ഇത് കൊള്ളാലോ. ഇതിപ്പോ വാങ്ങിച്ചവൻ ഇന്നലെ ഇതൊന്നും കണ്ടില്ലല്ലോ ഇവിടെ. കിങ് എപ്പോഴും കിങ്ങിന്റെ സ്ഥാനത്ത് തന്നെ. എടാ, അവൻ്റെ ഒരു ഉടായ്പ പരിപാടികളും വല്ല സോസായിരിക്കും. ഡാ ചോര. അളിയാ, ഇവിടെ എന്തോ സീരിയസ് ആയിട്ട് സംഭവിച്ചിട്ടുണ്ട്. ഇത് പ്രാങ്കൊന്നുമല്ല. നമുക്ക് പോലീസിനെ വിളിക്കാം. ഷേ, ഇവിടെ ഫോൺ തന്നെ. എടാ, റേഞ്ച് കിട്ടണോ നോക്കി. എന്താണ് ഇത്? തുറക്കാൻ പറ്റുന്നില്ലല്ലോ. എന്താണ് തുറക്കാൻ എടാ, തുറക്കാൻ പറ്റുന്നില്ല. എടാ, ജയിക്കുന്നവർക്ക് മാത്രമേ പുറത്തേക്ക് കടക്കാൻ പറ്റൂ. തോൽക്കുന്നവർ ഏതോ നിശബ്ദമായ സ്ഥലത്തേക്ക് പോകും. രണ്ടുപേർക്ക് കളിക്കാം. ബാക്കിയുള്ളവരെ കളിക്കുന്ന രണ്ടുപേരും ഓഡിയൻസായി ചൂസ് ചെയ്യണം. ജയിക്കുന്ന ആൾക്കും അവരുടെ ഓഡിയൻസിനും പുറത്തേക്ക് പോകും. തോൽക്കുന്ന ആളും ഓഡിയൻസും ഇരുട്ടിലേക്ക്. ഗെയിം മാസ്റ്ററിനെ മറ്റും നീക്കിയതുകൊണ്ടാണ് ഗെയിം സ്റ്റാർട്ടായത്. രക്ഷപ്പെടാൻ ശ്രമിച്ചാൽ ചോരയും വേദനയായിരിക്കും മറുപടി. എടാ നിർത്ത്, നിങ്ങൾ വേണേ കളിച്ചു, ഞാനില്ല ഈ കളിക്ക്. എടാ നിക്കടാ.
രക്ഷപ്പെടാൻ ശ്രമിച്ച ചോരയും വേദനയുമായിരിക്കും മറുപടി. എടാ എനിക്ക് അപ്പൊ ഇന്നത്തോടെ എല്ലാം കഴിഞ്ഞല്ലേ? ഞാൻ അപ്പോഴേ പറഞ്ഞല്ലേ ഇവിടെ എന്തോ പ്രശ്നമുണ്ടെന്ന്. അതിൽ ജയവും തോൽവിയും മാത്രമല്ലേ പറഞ്ഞിട്ടുള്ളൂ? അതെ. അപ്പോൾ ഡ്രോ ആയാലോ? ഡ്രോനെ കുറിച്ചാണെങ്കിൽ ഇതിലൊന്നും പറഞ്ഞിട്ടുമില്ല. ടെക്നിക്കലി പറഞ്ഞാൽ ഡ്രോ എന്നാൽ രണ്ടാൾ ജയിച്ചതുമാണ്, എന്നാൽ ആരും തോൽക്കുന്നുമില്ല. ഡ്രോ ആയാൽ ഇതിൽ നിന്ന് രക്ഷപ്പെടുമെന്ന് ഉറപ്പുണ്ടോ? ഒരു ഉറപ്പുമില്ല, പക്ഷേ നമുക്കൊരു ഓപ്ഷനും ഇല്ല. വർക്കായി, നമ്മൾ രക്ഷപ്പെട്ടു. നമുക്കിനി പുറത്തു പോകാമല്ലോ.